എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ്. മാർ ജോസഫ് പാംപ്ലാനിയാണ് ഹർജി നൽകിയത്. പ്രതിഷേധക്കാരായ വിശ്വാസികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. 4 പേർ കൂടി പ്രാർത്ഥിച്ചാൽ അവിടെ യേശു ഉണ്ടാവുമെന്ന് ബൈബിളിൽ പറയുന്നത്. എന്നിട്ടാണ് ഇത്തരം തർക്കമെന്നും ഹൈക്കോടതി വിമർശിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മാർ ജോസഫ് പാംപ്ലാനി നൽകിയ ഹർജിയിലാണ് സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. പ്രതിഷേധക്കാരായ വിശ്വാസികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പ്രതിഷേധക്കാർ ആരെങ്കിലും പള്ളിക്കുള്ളിൽ താമസിക്കുന്നുണ്ടോ എന്ന് സർക്കാർ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 4 പേർ കൂടി പ്രാർത്ഥിച്ചാൽ അവിടെ യേശു ഉണ്ടെന്നാണ് ബൈബിളിൽ പറയുന്നത്. എന്നിട്ടാണ് ഇത്തരം തർക്കമെന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വിമർശനം ഉണ്ടായി. പള്ളിക്കുള്ളിൽ വിശ്വാസികൾ താമസിക്കുന്നുണ്ടോ എന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചിരുന്നു. ആരാധനാലയങ്ങൾക്കുള്ളിൽ വിശ്വാസികളാരും താമസിക്കുവാൻ പാടില്ല, പള്ളി അതിനുള്ളതല്ലെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. ഹർജി അടുത്ത വ്യാഴാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. സിനഡ് തീരുമാനത്തിന് വിരുദ്ധമായാണ് ഒരു വിഭാഗം ബസിലിക്കയിൽ തുടർന്നതെന്നായിരുന്നു മാർ ജോസഫ് പാംപ്ലാനിയുടെ ഹർജിയിലെ വാദം. അതിക്രമിച്ചു കയറിയവരെ പുറത്താക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. പോലീസ് നടപടിക്ക് ജില്ലാ കളക്ടറുടെയോ കോടതിയുടെയോ ഉത്തരവ് വേണമെന്ന് പറയാനാകില്ല. പോലീസ് നിലപാട് ഏകപക്ഷീയവും മറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമാണെന്ന് വാദമുന്നയിച്ചിരുന്നു. ജനം, കൊച്ചി.